ചരിത്രത്തെ വളച്ചൊടിക്കാനും കള്ളക്കണക്കുകൾ പറയാനും മിടുക്കരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബിജെപിയുടെ നേതാക്കൾ. ഇത്തരത്തിൽ നിരവധി കള്ളത്തരങ്ങളും കള്ളക്കണക്കുകളും രാജ്യത്തെ പൊതുജനങ്ങൾ കൈയോടെ പിടികൂടിയിട്ടുമുണ്ട്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യാ നിരക്കിൽ 20% ഇടിവുണ്ടായിട്ടുണ്ട് എന്നാണ് അമിത് ഷായുടെ വാദം. അതുകൊണ്ടാണ് മുസ്ലിം ഇതര മതസ്ഥർക്ക് പൗരത്വം നൽകാനുള്ള ബില്ല് അവതരിപ്പിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പാക് സെൻസസ് രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ അമിത് ഷായുടെ കണക്കുകൾ തെറ്റാണ് എന്ന് വ്യക്തമാകുകയാണ്. ബംഗ്ലാദേശിൽ 1947 മുസ്ലിം ഇതര മതസ്ഥർ 22% 2011 7% കുറഞ്ഞു എന്നാണ് അമിത് ഷാ പറയുന്നത്. 1947 ഭാരതം വിഭജിതമായ വേളയിൽ പാകിസ്ഥാനിലെ മതജനസംഖ്യയെക്കുറിച്ച് ആധികാരികമായ രേഖകളില്ല. 23% ജനസംഖ്യ എന്ന അമിത് ഷാ പ്രസംഗത്തിൽ ഉദ്ധരിച്ചതിന്റെ സ്രോതസ്സും വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 1941 ലഭ്യമായ സെൻസസ് രേഖ. 1947 ശേഷമുള്ള സാമൂഹിക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ രേഖയ്ക്ക് പ്രസക്തിയുമില്ല. 1951 പാകിസ്ഥാൻ ആദ്യമായി സെൻസസ് നടത്തുന്നത്. ഇന്ന് ബംഗ്ലാദേശ് കൂടി ഉൾപ്പെടുന്നതായിരുന്നു അന്നത്തെ പാകിസ്ഥാൻ. 1951 85.8% അവിഭക്ത പാകിസ്ഥാനിലെ മുസ്ലിം ജനസംഖ്യ. മുസ്ലിം ഇതര മതവിഭാഗങ്ങൾ 14.2%. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ മുസ്ലിം ഇതര മതവിഭാഗങ്ങൾ 3.44% മാത്രമായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനിൽ 23.2%. 1961 രണ്ടാം സെൻസസ് നടന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ മുസ്ലിം ഇതര ജനസംഖ്യ ഇക്കാലത്ത് 2.83% ചുരുങ്ങി. 1972 മൂന്നാം സെൻസസ് നടത്തി. കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പേരിൽ പുതിയ രാഷ്ട്രവുമായി രൂപമെടുത്തു. 1972 സെൻസസ് പ്രകാരം പാകിസ്ഥാനിലെ മുസ്ലിം ഇതരർ ജനസംഖ്യയുടെ 3.25%. ഇത് 1961 കൂടുതലാണ് എന്നതും ശ്രദ്ധേയം. 1981 സെൻസസ് പ്രകാരം ഇത് അല്പം കുറഞ്ഞ 3.25%. 1981 3.3%. 1981 ശേഷം 15 വർഷം കഴിഞ്ഞ് 1998 അടുത്ത സെൻസസ് നടന്നത്. ഈ സെൻസസിൽ മുസ്ലിം ഇതര വിഭാഗങ്ങൾ ജനസംഖ്യയുടെ 3.1%. അതിനുശേഷം 2017 നടത്തിയ സെൻസസിലെ മതാടിസ്ഥാന വിവരങ്ങൾ പാക് അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ചുരുക്കത്തിൽ പാകിസ്ഥാനിലെ മുസ്ലിം ഇതര ജനസംഖ്യ അമിത് ഷാ അവകാശപ്പെട്ട പോലെ ഒരിക്കൽ പോലും 23% അവിഭക്ത പാകിസ്ഥാനിൽ പോലും ഇത് 15% കൂടുതൽ ഉണ്ടായിരുന്നില്ല. ഏകദേശം 3.5% ഇക്കാലയളവുകളിൽ പാകിസ്ഥാനിലെ മുസ്ലിം ഇതര ജനസംഖ്യ. 1951 പാകിസ്ഥാന്റെ ഭാഗമായിരിക്കുമ്പോൾ 23.2% കിഴക്കൻ പാകിസ്ഥാനിലെ മുസ്ലിം ഇതര ജനസംഖ്യ. 1961 അത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യാ വളർച്ചയിൽ 20% കുറവുണ്ടായി എന്ന ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.